ആദ്യം പറയാറുന്നില്ലേ? പാവം, ഞാൻ ആ കഴുതിയെ വഴക്ക് പറഞ്ഞു. ഇത്രയും നേരം എന്തൊക്കെയാ പറഞ്ഞത്? ആദ്യോട് സംസാരിച്ച് ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കും. അയ്യോ സുമേഷ്, ഇവനെ കൊണ്ട്. എടോ സുമേഷേ, ഷൂസ് എവിടെടോ? അത് പിന്നെ അമൂല്യമേടെ എല്ലാ വെള്ളിയാഴ്ചയും പൂജ ചെയ്യും, അതുകൊണ്ട് ഷൂ ഇട്ടിട്ട് അകത്തേക്ക് കയറരുതെന്നാ പറഞ്ഞേക്കുന്നേ. ആണോ? ഇത്രയും നേരം അമൂല്യ മേഡത്തിന്റെ പേര് പറയുമ്പോ തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന ആള് ഇത്രയും വലിയ ഷൂ മാറ്ററിലാണോ എന്ന് ചോദിച്ച് സൈലന്റ് ആയല്ലോ. ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇവരുടെ കെമിസ്ട്രി കുറച്ച് കോംപ്ലിക്കേഷൻ. നീ എന്തെങ്കിലും പറ മൂല്യ. ഇതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയായിരുന്നോ? വീട്ടിലെന്തെങ്കിലും സംസാരം? അയ്യോ ഇല്ല ചേട്ടാ, അവിടെ കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ എൻഗേജ്മെന്റിന് എല്ലാരും സന്തോഷത്തോടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നേ. ഇവിടെ വരുന്നവരെ അവൾക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെയാ. വീട്ടിലെല്ലാം നന്നായി നടക്കുന്നേ. ചേട്ടാ എവിടേക്കാ പോകുന്നേ? ആരതിയുടെ മോഹം എങ്ങനെയിരുന്നെന്ന് കണ്ടിരുന്നോ? അവൾ എൻഗേജ്മെന്റ് വേണ്ടെന്ന് പറഞ്ഞത് വെറുതെ എന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ അല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അവളുടെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടതാ മൂല്യ. അതെങ്ങനെയാണെന്ന് വെച്ചാ എൻഗേജ്മെന്റ് വേണ്ടെന്നുള്ളത് ഉറച്ച തീരുമാനമുള്ളത് പോലെയായിരുന്നു. ഒരു ജോലി കഴിഞ്ഞു. ആരതി വെഡ്സ് വിക്കി ഇനി ഒരു സ്വപ്നം മാത്രമായിരിക്കും. സാരിക വെഡ്സ് വിക്കി അത് ഇനി സത്യമാവും. എന്താണാവോ ഇങ്ങനെയൊക്കെ? എനിക്ക് എന്താ കാര്യം മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? വേദാന്ത് ഈ വേദാന്ത് എന്താ ഫോൺ എടുക്കാതിരിക്കുന്നേ? എടോ, ആ കഴുത എന്തോ പറഞ്ഞെന്ന് വെച്ച് എന്റെ ഓഫീസിൽ ഷൂവിലായി നടക്കുന്നോ? കോമൺ സെൻസോ എത്തിക്സോ ഡ്രസ് കോഡോ ഒന്നുമില്ലടോ തനിക്ക്. ബോസ്, അത് അമൂല്യ മേഡം പറഞ്ഞിട്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ആണോ എന്ന് മാത്രമല്ലേ ബോസ് ചോദിച്ചോളൂ. ഞാൻ എപ്പോഴാണോ പറഞ്ഞേ? എന്റെ ലൈഫ് ഫുള്ള് മെമ്മറി ഓഫ് പേഷ്യന്റിനെ പോലെ ആയല്ലോ. അല്ല, ബോസിന്റെ ഫോൺ റിങ് ചെയ്യുന്നത് ഞാൻ മാത്രമേ കേൾക്കുന്നുള്ളൂ, അത് ബോസും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അമൂല്യ മേഡം അപ്പൊ തൊട്ട് 2 പ്രാവശ്യം വിളിച്ചു. ബോസ് എടുക്കാത്തത് എന്താ? അമൂല്യ മേഡം പാവമാണെന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ എന്താ തന്നോട് പറഞ്ഞത്? എപ്പോഴാ ബോസ്? ക്യാബിൽ വെച്ച്. മനസ്സിലായി ബോസ്, എന്നെ ജോലിന്ന് പറഞ്ഞു വിടുന്നല്ലേ. മനസ്സിലായി ബോസ്. ബ്ലഡി ഇഡിയറ്റ്. ചെയ്യേണ്ടൊക്കെ ചെയ്തിട്ട് ഇപ്പൊ എന്നെ സോപ്പിടാൻ വരിക. അവൾ എന്താ എന്നെ പറ്റി വിചാരിച്ചേ? വേദാന്ത്, പറയൂ സിദ്ധാർത്ഥ്. അമൂലിക്ക് നിന്നോടൊന്നോ കാര്യമായിട്ട് സംസാരിക്കണമെന്ന് കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെന്നാ പറയുന്നത്. ഒന്ന് വിളിച്ചു നോക്കിയേ. സിദ്ധാർത്ഥ്, എനിക്ക് വേറെ ജോലിയുണ്ട്. ഇപ്പോൾ അവളോട് സംസാരിക്കാനുള്ള ടൈമും ഇല്ല, എനിക്കിഷ്ടവുമല്ല. അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സുമേഷിനെ വിളിക്കാൻ പറ, ഞാൻ അയാളോട് ചോദിച്ചോളാം. പ്ലീസ് ഡോണ്ട് മൈൻഡ്.
എന്നെ എതിർത്ത് നിന്നാൽ ഇതുപോലെ എല്ലാത്തിനെയും കത്തിച്ച് കളയാനും എനിക്ക് മടിയില്ല. അങ്ങനെ എല്ലാ ശല്യങ്ങളും അവസാനിച്ചല്ലേ? തീർന്നതല്ല, തീർത്തതാണ്. ഇങ്ങനെയുള്ള അനിഷ്ടങ്ങൾക്കൊന്നും എന്റെ വീട്ടിൽ സ്ഥാനമില്ല. സുഹാസിനി എന്ന എന്റെ തലവരെ ഞാൻ തന്നെയാണ് എഴുതുന്നത്. എന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആര് തടസ്സം നിന്നാലും പിന്നെ അവര് ജീവനോട് ഈ ഭൂമിയിൽ കാണുമെന്ന് വിചാരിക്കണം. ആരതി, ചേച്ചി, വാതില് തുറക്കുമോളെ. ചേച്ചി, എന്തെങ്കിലും സംസാരിക്ക്. വാതില് തുറക്ക്. ആരതി, എന്താ മോളെ ഇത്? ഇങ്ങനെ വാതിലടച്ച ഞങ്ങൾ എന്ത് വിചാരിക്കണം? എന്താ കാര്യമെന്ന് നീയെങ്കിലും തുറന്നു പറ മോളെ. നാളെ രാവിലെ നിന്റെ നിശ്ചയല്ലേ മോളെ? ഞങ്ങൾ എന്താ മോളെ കരുതേണ്ടത്? വാതില് തുറക്ക് നീയേ. എന്താ പറ്റിയെന്ന് നീ ഒന്ന് തുറന്നു പറ. ചേച്ചി, പ്ലീസ് വാതില് തുറക്ക് ചേച്ചി. എന്ത് കാര്യമാണെങ്കിലും പുറത്ത് വന്ന് സംസാരിക്കാം. വാതില് തുറക്ക് ചേച്ചി. ആരതി, അമ്പലത്തിൽ പോയിട്ട് എന്തായെന്ന് പറ മോളെ. ചേച്ചി, നീ കാണിക്കുന്ന ഒട്ടും ശരിയല്ല ചേച്ചി. പ്ലീസ് ചേച്ചി, വിക്കി ചേട്ടന് നിന്നോട് എത്ര ഇഷ്ടമുണ്ടെന്ന് നിനക്ക് അറിയില്ലേ? നിനക്ക് വേണ്ടി ജീവൻ കളയാൻ പോയവർക്ക് ഇതെങ്ങനെയാ സഹിക്കാൻ പറ്റുന്ന ചേച്ചി? പ്ലീസ് വാതില് തുറക്ക് ചേച്ചി. ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. ഞങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെക്കുമ്പോഴും നിനക്ക് നിന്റെ വാശിയ വലുതല്ലേ? വാതില് തുറക്കാരതി. ചേച്ചി, നിന്നോട് ആരെങ്കിലും ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതൊന്നും കേക്കണ്ട. എല്ലാരെയും സങ്കടപ്പെടുത്തിയിട്ട് സന്തോഷിക്കുന്നവരാ കൂടുതൽ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ ചേച്ചി. ഞാൻ തന്നെ അവരോട് പോയി ചോദിച്ചോളാം. ആരതി, ആരതി. I love you, Ardi. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം വിക്കി. അമ്പലത്തിൽ വെച്ചപ്പോ എന്താണ് നടന്നിരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ. അയ്യോ, ഒരിക്കലും ഇല്ല വിക്കി. അതെല്ലാം സഹിച്ചുകൊണ്ട് എന്നെക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ നിനക്കതൊക്കെ വിഷമായിരിക്കും. പക്ഷെ നീ എപ്പോഴും നന്നായിട്ടിരിക്കണം. എനിക്ക് പറ്റുമെങ്കിൽ എന്നോട് ക്ഷമിക്കും വിക്കി. നീ വേഗം വന്നത് നന്നായി മോനെ. വിക്കി എന്തോ ഒന്നും സംസാരിക്കുന്നില്ല. അവൻ വന്നപ്പോ തുടങ്ങി ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിൽ വന്നപ്പോ തന്നെ മുറിക്കകത്ത് കയറി മുറി അടച്ചിരിക്കുക. അതിനെന്തിനാ എത്ര ടെൻഷൻ ആവുന്നേ? അവനും ആരതിയും വഴക്കിട്ടിട്ടുണ്ടാവും. നമ്മള് കാര്യമാക്കണ്ട. നാളെ നമ്മളേക്ക് ശരിയായിക്കോളും. എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല മോനെ. ഓക്കെ അച്ഛാ, ഞാനൊന്ന് സംസാരിക്കട്ടെ. അപ്പൊ വേദാന്തിന്റെ അടുത്ത് ഈ വിഷയം എത്തിയിട്ടില്ല എന്നർത്ഥം. ഒരുപക്ഷെ എത്തിയിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ റിയാക്ട് ചെയ്യില്ലായിരുന്നു. മറിച്ച് അവൻ തന്നെ എല്ലാം ശരിയാക്കാമെന്നും പറഞ്ഞ് പോയിട്ടുണ്ടാവും. വേദാന്ത്, വിഷയം കുറച്ച് സീരിയസ് ആണെന്ന് തോന്നല്ലോ. എനിക്കും അങ്ങനെ തന്നെ വേദാന്തേ തോന്നുന്നേ. എന്തോ വിക്കി ഭയങ്കര അപ്സെറ്റ് ആയിട്ടാ ഇരിക്കുന്നേ. അവനിത് സ്ഥിരം പരിപാടിയല്ലേ. എന്നാലും ഇന്നെന്താ പറ്റിയേ? വിക്രാന്ത്, വിക്രാന്ത്. ചേച്ചി, നിന്റെ വാ അടച്ചു വെച്ചൊന്നും മിണ്ടാതിരിക്കാമോ? നമ്മുടെ വീട്ടിൽ ആരുടെ സമയമാണ് മോശമെന്ന് നമുക്കറിയില്ലല്ലോ. എവിടെയെങ്കിലും കൊണ്ടുപോയി നമുക്ക് ജാതകം കാണിക്കാം. ഇല്ലെങ്കിൽ ഈ വീടിന്റെ പ്രശ്നങ്ങളൊന്നും തീരില്ല. എന്തോ ദുശകനം നമ്മുടെ വീടിനെ ബാധിച്ചിട്ടുണ്ടോന്നാ എനിക്ക് തോന്നുന്നത് മോളെ. അങ്ങനെയൊന്നും ഇല്ല അമ്മേ.
അമ്മ വെറുതെ വിഷമിക്കണ്ട. വിഷമമാകും മോളെ. എനിക്ക് നല്ല വിഷമം ഉണ്ടാകും മോളെ. അല്ല, ഇരുന്ന ഇരിപ്പിൽ നിശ്ചയം വേണ്ടെന്നൊക്കെ പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നീ പറ. ഈ കാര്യത്തിലെങ്കിലും ഒക്കെ ഒരു ബുദ്ധി വേണ്ടേ? സമാധാനായിട്ടിരിക്കമ്മേ. ചേച്ചി ഇതുവരെ നമ്മളോട് ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അത് തന്നെ എനിക്കും ടെൻഷൻ ആവുന്നേ. ചില സമയത്ത് അവിടെ നല്ല സ്വഭാവ, പക്ഷെ ചിലപ്പോ ബാധ കയറിയ പോലെ അവളുടെ പെരുമാറ്റമൊക്കെ. അല്ല, ഇവൾക്ക് പിന്നെ എന്താ വേണ്ടെന്ന് പറ. അവരുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. വിക്കിയെ പോലെ ഒരു ഭർത്താവ്, തന്റെ സ്വന്തം അനിയത്തെക്കാളും നല്ലതുപോലെ നോക്കുന്ന അളിയൻ, വേദാന്ത്. അമ്മായിയമ്മ കുറച്ച് പ്രശ്നമൊക്കെയാ, പക്ഷേ അമ്മായിയച്ചൻ പാവല്ലേ. ഇതൊക്കെ ഒരു നിസാര കാര്യമല്ലേ. ഇത്രയും ആൾക്കാരോടുകൂടി വളർന്ന അവക്ക് ഒരാളെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അമ്മേ പ്ലീസ്, അമ്മ ഒന്ന് സമാധാനപ്പെട്. ദൈവം ഉണ്ടല്ലോ, എപ്പോഴും നല്ലത് മാത്രമേ നടക്കൂ. അതിന്റെ ലക്ഷണം ഒന്നും കാണിക്കുന്നില്ല. അവരുടെ വീട്ടുകാർ വന്ന് നിശ്ചയത്തിന്റെ എല്ലാ ചെലവും ഞങ്ങൾ വഹിച്ചോളാന്ന് പറഞ്ഞു കേട്ടപ്പോ എനിക്ക് എന്തു സന്തോഷമായി നിനക്കറിയോ. 10-12 വർഷത്തിന് ശേഷം അന്നാണ് ഞാനൊന്ന് സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയത്. എന്താ എല്ലാം പിള്ളേര് കളിയാന്ന് വിചാരിച്ചോ? എന്താണ് പ്രശ്നം എന്തെങ്കിലും തുറന്നു പറഞ്ഞാ എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു വഴിയെങ്കിലും കാണിച്ചു കൊടുക്കാമല്ലോ. അമ്മേ ദയവ് ചെയ്ത് ഈ കരച്ചിലൊന്ന് നിർത്തമ്മേ. അമ്മയ്ക്ക് ആസ്മയുള്ളതല്ലേ. ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന അമ്മയ്ക്ക് പിന്നെ ശ്വാസം മുട്ടുണ്ടാവും. ഞാനുണ്ടല്ലോ, എല്ലാം ഞാൻ നോക്കിക്കോളാം. നിനക്ക് എന്നോട് കുറച്ചെങ്കിലും കെയർ ഉണ്ടെങ്കിൽ ഒന്ന് കോൾ എടുക്ക് വേദാന്ത്. ഇല്ലെങ്കിൽ ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിന്നെ വിളിക്കില്ല. വിക്രാന്ത്, 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 വിക്രാന്ത്. വിക്രാന്ത്, ഓപ്പൺ ദ ഡോർ. നീയായിട്ട് തുറക്കുന്നതാ ഞാൻ ചവിട്ടി പൊളിക്കണ. വേദാന്ത്, വേദാന്ത്, സമാധാനമായിട്ടിരിക്കേ പ്ലീസ്. വിക്കി, നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കണമെന്ന് ഈ അമ്മയ്ക്ക് ഒരു ഉദ്ദേശമില്ലായിരുന്നു. ഐ എം സോറി. പക്ഷെ ആരതി നിനക്ക് പറ്റിയ പെണ്ണല്ല മോനെ. വിക്രാന്ത്, ലീവ് മീ അലോൺ. എന്നൊന്ന് വെറുതെ വിടാവോ? അതെ, നിങ്ങൾ എത്തിയല്ലോ. എന്തു പറ്റി? എന്തിനാ കരഞ്ഞോട് ഫോൺ ചെയ്തേ? ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മ അഞ്ചു എവിടെ? അവള് എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ പറ്റിയെന്ന് അവളൊന്നും പറയുന്നില്ല. അവള് ആര്? അമ്മേ, അമ്മേ, ഇത് വലിക്കമ്മേ, വലിക്കമ്മേ പ്ലീസ്. സംസാരിച്ച് ഇനി ശ്വാസം മുട്ടൽ കൂട്ടല്ലേ. ശ്വാസം വിട്ടെടുക്കമ്മേ. വാ, ഇവിടെ ഇരിക്കേ. അതൊന്നും വേണ്ട. പക്ഷെ നമ്മുടെ എൻഗേജ്മെന്റ് നടക്കില്ല. ഇതൊക്കെ സത്യാണോ അമ്മു? അതേന്നെ, അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യ. നാളെ അവളുടെ നിശ്ചയമല്ലേ. അവൾ എന്തെങ്ങനെ കാണിക്കുന്നെന്ന് എനിക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യാനാണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ കാരണമെന്ന് പറഞ്ഞില്ലേ? ഇല്ല അച്ഛാ, എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. അച്ഛൻ എന്തു പറഞ്ഞാലും കേൾക്കാം. അച്ഛൻ ആരെ കല്യാണം കഴിക്കാൻ പറഞ്ഞാലും അവരെ തന്നെ കല്യാണം കഴിക്കാമെന്നാ പറയുന്നത്.
50 മിസ് കോൾസോ? ഇവളെന്തിനാ വിളിച്ചേ? ഭാരതിയുടെയും വിക്രാന്തിന്റെയും പ്രശ്നം അറിഞ്ഞു കാണോ? ചേട്ടാ, ഹായ് സിദ്ധാർത്ഥ്. ആദ്യ ടെൻഷൻ അടിച്ചിരിക്കുവാണോ? ടെൻഷനോ? എന്തിന്? നിനക്കെപ്പോഴും വിഷയം മനസ്സിലായില്ലെന്ന് തോന്നുന്നു വേദാന്ത്. എന്തു പറ്റി സിദ്ധാർത്ഥ്? കാര്യം എന്താ? ആക്ച്വലി അത് ആരതിയുടെ വീട്ടില്. എന്തിനാ പറയാൻ മടിക്കുന്നേ? കാര്യം എന്താന്ന് വെച്ചാൽ അത് പറ. അവരെ കൊണ്ടത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചേട്ടാ. അതിന് മാത്രം എന്താ ഉണ്ടായേ? മോളെ, നീ എങ്കിലും പറ. ആരതിയുടെയും വിക്കിച്ചേട്ടന്റെ ഇടയിൽ എന്താ നടന്നെന്ന് ആർക്കും അറിയില്ല. അമൂല്യ കുറെ പ്രാവശ്യം ചേട്ടനെ വിളിച്ചു നോക്കി, പക്ഷെ ചേട്ടൻ ഫോൺ എടുത്തില്ല. ആ അതെ, മിസ് കോൾസ് ഉണ്ടായിരുന്നു. അപ്പോഴത്തെ ടെൻഷനില് ഞാൻ എടുത്തില്ല. പക്ഷെ ഞാനിപ്പോ അങ്ങോട്ടേക്ക് വിളിക്കാൻ നിൽക്കുമായിരുന്നു. അത് ചേട്ടാ, അവള് വളരെ സങ്കടത്തിലാ. എന്തു കാര്യമായ പ്രശ്നമുണ്ട്. എന്തു പറ്റി അവക്ക്? ഈസ് ഷീ ഫൈൻ? അവക്കൊന്നുമില്ല ചേട്ടാ. പക്ഷെ ആരതി അവളുടെ എൻഗേജ്മെന്റ് വേണ്ടാന്ന് പറഞ്ഞ നല്ല വാശിയില്ല. വാട്ട്? നീ എന്താ ഈ പറയുന്ന മോളെ? അത് ചേട്ടാ, എന്താ ഏതാ എന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ വിക്കിയുടെ അടുത്ത് നിങ്ങൾ എന്നെ മറന്നേക്കെന്ന് പറഞ്ഞു അത്രേ. അമൂല്യ ഇപ്പൊ തന്നെ കണ്ടേ പറ്റൂ. എന്റെ അഭിപ്രായത്തിൽ അമൂല്യക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? പെട്ടെന്ന് എന്തിനാ ആരതി ഇങ്ങനെ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിക്കി എന്തെങ്കിലും പറഞ്ഞോ? അമ്പലത്തിൽ വെച്ച് അവർ തമ്മിൽ വഴക്കെന്തെങ്കിലും ഉണ്ടായോ? അറിയില്ല സിദ്ധാർത്ഥ്. എല്ലാം ശരിയായിന്ന് വിചാരിച്ചപ്പോ അടുത്ത പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു. ഇതെന്താ പെട്ടെന്ന് പറ്റിയെന്ന് അറിയില്ലല്ലോ. പക്ഷെ അവൾ ഇതുവരെ ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പൊ ആരതിയാണെങ്കില് ഒന്നും മനസ്സിലാവുന്നില്ല. ചേട്ടാ, എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുക? ഒരു കുരുക്കഴിക്കുമ്പോഴേക്കും അടുത്തത് വരിക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ. ഈ പ്രേമവും കല്യാണവും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത എന്നെ ഇതിലേക്ക് വലിച്ചിട്ടിരിക്കുക. വിക്കിയുടെ ആരതിയുടെയും സ്നേഹം സത്യമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാ ഞാനും എല്ലാത്തിനും കൂട്ടുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു കല്യാണം നടത്തി തീർക്കുമ്പോ തന്നെ നമ്മളൊരു പരുവാവുന്ന തോന്നുന്നേ. സിദ്ധാർത്ഥ്, താൻ അമൂല്യയോട് ആ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞില്ലേ? ആ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് വിളിച്ചോട്ടെ. വേണ്ട വേണ്ട, താൻ ഡ്രൈവ് ചെയ്യേ, ഞാൻ വിളിച്ചോളാം. വേദാന്ത് വിളിക്കുന്നുണ്ടല്ലോ. വേദാന്ത്. ഏയ് അമൂല്യ, എന്തു പറ്റി? നീ എന്തിനാ കരയുന്നേ? അമൂല്യ, ഡോണ്ട് വറി. ഞാൻ ഇപ്പൊ വരാം, നീ കരയല്ലേ? ചേച്ചി, കരഞ്ഞ് കരഞ്ഞ് കണ്ണൊക്കെ ചുവന്നിരിക്കുന്ന കണ്ടോ? നിനക്ക് നല്ല തലവേദന ഉണ്ടാവും. ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ? ചേച്ചി, ഞങ്ങൾ നിന്നോട് ഒന്നും ചോദിക്കുന്നില്ല. പക്ഷെ പ്ലീസ് ഇനി കരയരുത്. അച്ഛൻ പോലും ചേച്ചിയുടെ ഇഷ്ടം പോലെ എൻഗേജ്മെന്റ് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്തിനാ പൊട്ടിയ പോലെ കാണിക്കുന്നേ? വെറുതെ ഇരിക്കെ. ഇപ്പൊ ആ വിഷയം ഒന്നും സംസാരിക്കണ്ട. നോക്ക് ചേച്ചി, ഇപ്പോഴും കരഞ്ഞോണ്ട് തന്നെ ഇരിക്കുവാണോ? ചേച്ചി, ചേച്ചിയെ കുറിച്ച് ഞങ്ങൾ മോശമായിട്ടൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ചേച്ചിയുടെ മനസ്സിൽ എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ പ്ലീസ് ചേച്ചി, കരയില്ല ഇങ്ങനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമാവും.